ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊതുകിനെ ഓടിക്കാനായിട്ടുള്ള രണ്ട് കുഞ്ഞു ടിപ്പായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പം ഇപ്പം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും കൊതുകിൻ്റെ ശല്യം വളരെയധികം കൂടിയിട്ടുണ്ടല്ലേ. അപ്പം കൊതുക് കടിച്ചാലുണ്ടാകുന്ന അസുഖങ്ങളൊക്കെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പം നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ് ഈ കൊതുക്. അപ്പം ഈസി ആയിട്ട് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പോലും വരാത്ത രീതിയിൽ ഇവരെ ഓടിക്കാനുള്ള ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് നോക്കാം. നമ്മളിതുപോലെ ചന്ദനത്തിരിയൊക്കെ എല്ലാവരും കത്തിക്കുന്നതാണല്ലേ. അപ്പോൾ സന്ധ്യാസമയത്ത് നമ്മൾ ചന്ദനത്തിരിയൊക്കെ കത്തിക്കുന്ന സമയത്ത് ഇതുപോലെ വിക്സ് ഉണ്ടെങ്കിൽ അല്പം വിക്സ് നമ്മളിതുപോലെ തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചന്ദനത്തിരി ഫുള്ളായിട്ട് നമ്മൾ നന്നായിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചന്ദനത്തിരി കത്തിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കത്തിച്ച് വെക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്മെല്ല് കൊതുകിനെ നമ്മുടെ വീടിനുള്ളിലേക്ക് വരാതിരിക്കാനായിട്ട് സഹായിക്കും. വീടിനുള്ളിലോ പരിസരത്തോ ഒന്നും കൊതുകിൻ്റെ ശല്യം പിന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഈ ചന്ദനത്തിരി കൊണ്ട് അലർജി ഉള്ളവർക്കൊക്കെ വിക്സൊക്കെ തേച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു പുക മൂലം ഉണ്ടാകുന്ന അലർജിയും ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നല്ലൊരു ടിപ്പാണ്, ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. നമ്മളിവിടെ ഒരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കോഫി പൗഡറാണ്. അപ്പോൾ ഞാനൊരു ചെറിയ സ്പൂണ് 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇത് നമ്മുടെ കൊതുക് തിരിയാണ്. ആയുർവേദ കടകളിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നല്ലൊരു സ്മെല്ലാണ്, യാതൊരു സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നുമില്ല, ആയുർവേദമാണ്. അപ്പം അതും കൂടി ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെയാണ് അത് വരുന്നത് കേട്ടോ, ഈ ഒരു രൂപത്തിൽ. ഇത് ഞാനൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല കട്ടിയാണിതിന്. അപ്പോൾ കല്ലുകൊണ്ടൊന്ന് ഇടിച്ച് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് നമ്മൾ പൊടിച്ചിട്ട് കൊടുക്കുക. ഫൈൻ പൗഡറായിട്ടൊന്നും പൊടിക്കേണ്ട, ജസ്റ്റ് ഇതുപോലെ ഒന്ന് പൊടിച്ചാൽ മതി. എന്നിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കോഫി പൗഡറും മഞ്ഞൾപ്പൊടിയും അതുപോലെ ഈ ഒരു കൊതുകിൻ്റെ തിരിയെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കർപ്പൂരമാണ്. അപ്പോൾ ഞാനൊരു 3 കർപ്പൂരം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കർപ്പൂരമൊക്കെ കത്തിക്കുമ്പോൾ നമ്മുടെ വീടിനുള്ളിൽ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കറുകപ്പട്ടയുടെ ഇലയാണ്. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ഞാൻ 3-4 പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുള്ളതുകൊണ്ട് ഞാൻ ചേർത്തന്നേ ഉള്ളൂ. അതുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് കേട്ടോ കൊതുകിനെ ഓടിക്കാനായിട്ട്. ഇനി നമുക്കിത് കത്തിച്ചു കൊടുക്കാം. ഇത് കത്തിച്ചതിന് ശേഷം ഈ തീ അണഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ഈ ഒരു പുകയുണ്ടല്ലോ, ഇത് മാത്രം മതി കേട്ടോ. നമ്മുടെ വീട് മുഴുവനും നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. അതുപോലെ തന്നെ കൊതുകിൻ്റെ ഈച്ചയുടെ ഒന്നും ശല്യം നമ്മുടെ വീടിനുള്ളിലേക്ക് ഉണ്ടാവില്ല. വീടിൻ്റെ പരിസരത്ത് പോലും പിന്നെ കൊതുകിൻ്റെ ശല്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പം നമ്മുടെ വീടിനുള്ളിൽ ഫുൾ എല്ലാ ഭാഗത്തും ഈ പുകയൊന്നും നമ്മൾ കൊണ്ട് ഇങ്ങനെ കാണിക്കുക കേട്ടോ. നമ്മുടെ ഹാളിൽ, ബെഡ്റൂമിൽ, കിച്ചണിൽ, എവിടെ വേണമെങ്കിലും വീടിൻ്റെ പുറത്തായാലും ഒക്കെ നമ്മുടെ വീടിന് ചുറ്റും ഈ പുകയൊന്ന് കാണിച്ചു കൊടുത്താൽ മതി. ആ പരിസരത്തു നിന്നൊക്കെ നമ്മുടെ കൊതുക് ഓടിപ്പോക്കോളും കേട്ടോ. അപ്പം കൊതുകിനെ ഓടിക്കാനുള്ളൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ മറ്റു വീണ്ടും കാണാം. താങ്ക്